ഒരു ദിവസം കൗരവ രാജധാനിയിലെത്തിയ കഥാകുശലനായ ഒരു വിപ്രൻ ധൃതരാഷ്ട്ര രാജാവിൻ്റെ സന്നിധിയിലെത്തി. അവിടെ രാജാവിനാൽ സൽകൃതനായി ആസനസ്ഥനായ ബ്രാഹ്മണനോട് ധൃതരാഷ്ട്രൻ പാണ്ഡവന്മാരുടെ വൃത്താന്തം എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു. അതിന് മറുപടിയായി ധർമ്മപുത്രനായ യുധിഷ്ഠിരനും ഇന്ദ്രപുത്രനായ അർജുനനും വായുപുത്രനായ ഭീമസേനനും അശ്വിനീപുത്രന്മാരായ നകുലസഹദേവന്മാരും കാറ്റും വെയിലും കൊണ്ട് വലഞ്ഞ് ഘോരദുഃഖത്തിൽ ആർത്തരായി മെലിഞ്ഞു തളർന്നു കഴിയുന്നതും വീരന്മാരുടെ നാഥയും സൽഗുണവതിയുമായ ദ്രുപദപുത്രി അനാഥയെപ്പോലെ ക്ലേശിക്കുന്നതുമായ വൃത്താന്തം സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ്റെ ഹൃദയം തളർന്നുപോയി. ആ രാജപുത്രന്മാർ കാട്ടിൽ ചുറ്റി നടന്ന് അഴൽപ്പുഴയിൽ ഒഴുകുന്നതിനുള്ള കാരണം താൻ തന്നെയാണെന്നുള്ള വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലിയിച്ചു. നിശ്വാസത്താൽ വിവശനായ രാജാവ് മനസ്സ് ഉറപ്പിച്ച് പലതും പറഞ്ഞു വിലപിച്ചു. ധൃതരാഷ്ട്രൻ്റെ വാക്കുകൾ മറഞ്ഞു നിന്നു കേട്ട ശകുനി ഉടനെ ചെന്ന് കർണനോട് കൂടിയിരിക്കുന്ന ദുര്യോധനനോട് എല്ലാം പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ദുര്യോധനന് വിഷാദമയമായ വിചാരമായി. കർണൻ ദുര്യോധനൻ്റെ സ്ഥിതി കണ്ട് സാന്ത്വനം ചെയ്തു. കർണൻ പറഞ്ഞു, ദ്വൈതവനത്തിലെ സരസ്തീരത്തിൽ വനവാസികളായ വിപ്രന്മാരോടുകൂടി പാണ്ഡവന്മാർ ജീവിച്ചു വരുന്നതായി കേൾക്കുന്നു. തേജസ് കൊണ്ട് ആദിത്യസന്നിഭനും പരമശ്രീ പൂർണനുമായ മഹാരാജാവേ, ഭവാൻ പാണ്ഡവന്മാരെ സന്തപിപ്പിക്കുവാനായി അങ്ങോട്ട് പുറപ്പെടുക. ഭവാന്റെ ഐശ്വര്യദീപ്തിയിൽ അവരുടെ തേജസ് നിഷ്പ്രഭമാകട്ടെ. രാജ്യം ഭരിക്കുന്നവൻ രാജ്യം പോയവരെ കാണുന്ന പോലെ, ശ്രീയാർന്നവൻ ശ്രീവിഹീനന്മാരെ കാണുന്ന പോലെ, സമൃദ്ധിയുള്ളവൻ സമൃദ്ധിയില്ലാത്തവരെ കാണുന്ന പോലെ ദുര്യോധനൻ പാർത്ഥന്മാരെ ഒന്ന് കാണട്ടെ. മഹത്തായ ആഭിജാത്യം തികഞ്ഞ് മംഗളം തികഞ്ഞ ഭവാനെ, നഹുഷപുത്രനായ യയാതിയെ എന്ന പോലെ പാണ്ഡവന്മാർ കാണട്ടെ. കർണൻ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു. ശകുനി കർണൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചു. ദുര്യോധനൻ കർണനോടും ശകുനിയോടും ദുശാസനൻ മുതലായ ഭ്രാതാക്കന്മാരോടും വലിയ സൈന്യബലത്തോടും അനേകായിരം സ്ത്രീകളോടും കൂടി ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടു. മഹാബാഹുവായ ദുര്യോധനനെ പൗരന്മാർ ഭാര്യമാരോടുകൂടി അനുഗമിച്ചു. 8,000 തേരുകളും 30,000 ആനകളും 9,000 അശ്വങ്ങളും അനേകായിരം കാലാളുകളും മാത്രമല്ല കച്ചവടക്കാർ, ആഭരണങ്ങൾ, വന്തികൾ, നായാട്ടുകാർ, ഇങ്ങനെ ഒരു വലിയ അകമ്പടിയോടുകൂടിയാണ് ദുര്യോധന ക്ഷിതിപൻ്റെ ഘോഷയാത്ര. പിന്നെ രാജാവിൻ്റെ യാത്രയുടെ ഘോഷം മുഴങ്ങി. മഴക്കാലത്തിളകുന്ന കൊടുങ്കാറ്റിൻ്റെ ആരവം പോലെ മഹാശബ്ദം ദിക്കെങ്ങും മുഴങ്ങി. അകമ്പടിയോടുകൂടിയ ദുര്യോധനൻ വനത്തിൽ ചെന്ന് ദ്വൈതവന സരസിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരിടത്ത് 2 വിളിപ്പാടു മാത്രം ദൂരെ താവളം ഉറപ്പിച്ചു. ആ കാട്ടിൽ അവിടെയുള്ള ഗോശാലകൾക്കു സമീപത്തായി എല്ലാ സൗകര്യവുമുള്ള സ്ഥലത്ത്, നല്ല വെള്ളവും വലിയ മരങ്ങളുമുള്ള രമണീയമായ സ്ഥലത്ത് ദുര്യോധനൻ തൻ്റെ ഭ്രാതാക്കൾക്കും കർണനും ശകുനിക്കും പ്രത്യേകം കൂടാരങ്ങൾ കെട്ടിച്ചു. ആ പ്രദേശം വളരെ മനോഹരമായിരുന്നു. മതിച്ച വണ്ടുകളും മയിലുകളും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഏഴിലാമ്പലുകളും അശോകവൃക്ഷങ്ങളും പുന്നമരങ്ങളും ധാരാളമായി ആ സരസ്തീരത്തിൽ പൂത്തു നിൽക്കുന്നു. ഇക്കാലത്ത് വജ്രധരനായ ശക്കറിനെ പോലെ സമൃദ്ധിയോടെ ദ്വൈതവനത്തിലെ സരസ്തീരത്തിൽ ആശ്രമസ്ഥനായ യുധിഷ്ഠിര രാജർഷി ധർമ്മപത്നിയായ യാജ്ഞസേനിയോടുകൂടി ഒരേയൊരു പകൽ കൊണ്ട് സാധിക്കുന്ന ഒരു യജ്ഞം ദിവ്യവിധിപ്രകാരം വന്യഫലങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ദുര്യോധനനും കൂട്ടുകാരും സരസിനരികെ എത്തി പാർപ്പിടം കിട്ടിയത്. ഉടനെ ധാർത്തരാഷ്ട്രൻ തൻ്റെ അനേകായിരം ഭൃത്യന്മാരെ വിളിച്ച് അവിടെ ക്രീഡാഗൃഹങ്ങൾ നിർമ്മിക്കുവാൻ ആജ്ഞ നൽകി. രാജകൽപ്പന നിർവഹിക്കുവാൻ ദുര്യോധനൻ്റെ കിങ്കരന്മാർ സരസിലേക്ക് പോയി. കുളിപ്പുര തീർക്കുവാനായി അവർ സരസിലേക്ക് ചെന്നപ്പോൾ വനമാർഗത്തിൽ വെച്ച് ഗന്ധർവന്മാർ അവരെ തടഞ്ഞു.
അവർ അവിടെ കുറച്ച് മുമ്പേ എത്തിയവരാണ്. ഗന്ധർവ രാജാവ് കുബേരഭവനത്തിൽ നിന്ന് ആൾക്കാരോടുകൂടി അവിടെ എത്തിയതിനു ശേഷം ആ സരസിൽ കുളിക്കുവാനായി അപ്സര സ്ത്രീകളോടും ദേവകുമാരന്മാരോടും കൂടി ഇറങ്ങിയ സന്ദർഭത്തിലാണ് ദുര്യോധന സേനയുടെ വരവ്. ഗന്ധർവൻ തടഞ്ഞപ്പോൾ അവർ ഓടിപ്പോയി ദുര്യോധനനെ കണ്ട് വിവരമറിയിച്ചു. ഇതു കേട്ടപ്പോൾ ദുര്യോധനന് കോപമായി. ധാർത്തരാഷ്ട്രൻ യുദ്ധദുർമതന്മാരായ യോധന്മാരെ വിളിച്ച് ഗന്ധർവന്മാരെ അടിച്ചോടിക്കുവാൻ കൽപ്പന കൊടുത്തു. ആ രാജാവിൻ്റെ കൽപ്പന നിർവഹിക്കുവാൻ പോരാളി വീരന്മാർ ദ്വൈതാരണ്യ പൊയ്കയിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു: ധൃതരാഷ്ട്രപുത്രനും മഹാബലശാലിയുമായ ദുര്യോധന മഹാരാജാവ് ഈ സരസിൽ ക്രീഡിക്കുവാനായി ഇതാ എഴുന്നള്ളുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാറി ഒഴിഞ്ഞു പോകുവിൻ. ഇപ്രകാരമുള്ള ശാസന കേട്ടപ്പോൾ ഗന്ധർവന്മാർക്ക് ചിരി വന്നു. അവർ പറഞ്ഞു: നിങ്ങളുടെ രാജാവ് ഒരു വങ്കനാണ്. ദേവന്മാരായ ഞങ്ങളോട് വൈശ്യന്മാരോടെന്ന പോലെ ആജ്ഞാപിക്കുന്ന ദുര്യോധനൻ മരമണ്ടൻ തന്നെ. ദുർബുദ്ധികളായ നിങ്ങൾ മരിക്കുവാൻ ബന്ധപ്പെട്ടു വന്നിരിക്കുകയാണ്. ജഡന്മാരായ നിങ്ങൾക്കല്ലാതെ ആ മഹാവിട്ടിയുടെ വാക്കുകേട്ട് ഇങ്ങനെ വന്ന് പറയുവാൻ ധൈര്യം മറ്റാർക്കുണ്ടാകും? നിങ്ങൾക്ക് പ്രാണനിൽ കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് പിന്തിരിഞ്ഞോടിക്കൊള്ളുവിൻ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാലൻ്റെ അടുത്തേക്ക് അയച്ചു തരാം. ഗന്ധർവന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ കാര്യം പന്തിയല്ലെന്നു കണ്ട് അവർ ദുര്യോധനൻ്റെ അടുത്തേക്ക് ഓടി. ഉടനെ കിങ്കരന്മാരൊക്കെ ഓടി ദുര്യോധനൻ്റെ അടുത്തെത്തി. ആ ഗന്ധർവന്മാർ പറഞ്ഞ വാക്കുകൾ ദുര്യോധനനെ ഉണർത്തിച്ചു. തൻ്റെ സൈന്യത്തെ ഗന്ധർവന്മാർ തടഞ്ഞതറിഞ്ഞപ്പോൾ അമർഷിയായ ദുര്യോധനൻ ഇപ്രകാരം സൈനികരോട് പറഞ്ഞു: എനിക്ക് അപ്രിയമായ അധർമ്മം ചെയ്ത പരീക്ഷകളെ ഇനി വച്ചേക്കരുത്. ദേവന്മാരോടെല്ലാവരോടും കൂടി ദേവേന്ദ്രൻ തന്നെ വന്നു ക്രീഡിക്കുകയാണെങ്കിലും ഒരൊറ്റ എണ്ണത്തെയും വിടരുത്. സകലത്തിനെയും പ്രഹരിക്കണം. ദുര്യോധന മഹാരാജാവിൻ്റെ കൽപ്പന കേട്ട് മഹാബലന്മാരായ ധാർത്തരാഷ്ട്രന്മാരും അനേക സഹസ്രം യോദ്ധാക്കളും യുദ്ധത്തിന് തയ്യാറായി. അവർ ഗന്ധർവന്മാർ തടഞ്ഞതിനെ വകവയ്ക്കാതെ ബലമായി വനത്തിലേക്ക് കയറി. അവരിൽ നിന്നും പൊങ്ങിയ സിംഹനാദത്താൽ ദിക്കുകളൊക്കെ മുഖരിതമായി. ഉടനെ കൗരവ സൈന്യത്തെ ഗന്ധർവന്മാർ തടഞ്ഞു. സാമം കൊണ്ടൊന്നും ഫലമില്ലെന്നും രാജാവോടുകൂടിയ ഈ ധാർത്തരാഷ്ട്രന്മാർ പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടരല്ലെന്നും അറിഞ്ഞ ഗന്ധർവന്മാർ ഉടനെ ചെന്ന് തങ്ങളുടെ രാജാവായ ചിത്രസേനനെ ഇക്കാര്യം ഉണർത്തിച്ചു. ഏറ്റവും അമർഷണനായ ചിത്രസേനൻ ആ അനാര്യന്മാരായ കൂട്ടരെ വേണ്ടമാതിരി ശിക്ഷിക്കുവിൻ, പ്രഹരിക്കുവിൻ എന്ന് തൻ്റെ കൂട്ടരോട് കൽപ്പിച്ചു. രാജാവിൻ്റെ അനുമതി കിട്ടിയതോടുകൂടി ഗന്ധർവന്മാർ ധാർത്തരാഷ്ട്രന്മാരുടെ നേരെ ഇടഞ്ഞു കയറി. ആയുധങ്ങളും ഉയർത്തി ഗന്ധർവന്മാർ പാഞ്ഞു വന്നപ്പോൾ ദുര്യോധനൻ കാൺകെ തന്നെ കൗരവ സൈന്യം ചിതറി ഓടിത്തുടങ്ങി. തൻ്റെ കൂട്ടുകാർ ഓടുന്നത് കണ്ടിട്ടും വീരനായ രാധേയൻ പിന്മാറിയില്ല. ഗന്ധർവന്മാരുടെ തള്ളിക്കയറ്റത്തെ കർണൻ തൻ്റെ ഉത്കടമായ ശരധാര കൊണ്ട് നിർത്തി. കത്തിയമ്പ്, ഉളിയമ്പ് മുതലായ ശരങ്ങൾ ഗന്ധർവരിൽ സൂതപുത്രൻ ചൊരിഞ്ഞു. ഗന്ധർവന്മാരുടെ ശിരസ് ഓരോന്നും നിലത്തു വീഴ്ത്തിക്കൊണ്ട് നിന്ന് പോരാടി. ക്ഷണം കൊണ്ട് ചിത്രസേനൻ്റെ സൈന്യത്തെ കഠിനമായി മർദ്ദിച്ചു. ധീമാനായ കർണൻ കൊല്ലുന്ന സമയത്തും ഗന്ധർവഭടന്മാർ പിന്മാറാതെ നിന്ന് എതിർത്തു. 100ഉം 1000ഉം ഗന്ധർവഭടന്മാർ ഒന്നിച്ചുകൂടി എതിർത്തു കയറി. ആ ധരണീതലം അപ്പോൾ ഗന്ധർവമയമായി തീർന്നു. ചിത്രസേനൻ്റെ ഗന്ധർവസൈന്യം വിടാതെ പൊരുതി നിന്നു. ഇതുകണ്ട് ദുര്യോധനനും ശകുനിയും ദുശ്ശാസനൻ, വികർണൻ മുതലായ ധാർത്തരാഷ്ട്രന്മാരും ഗരുഡധ്വനി ചേർന്ന രഥങ്ങളിൽ കയറി വന്ന് കർണനെ മുൻനിർത്തി ശത്രുസൈന്യത്തോട് എതിർത്തു. സംഘബലത്തോടുകൂടി ആ മഹാരഥന്മാർ ശരിയായി തേർ നടത്തി. കർണൻ്റെ രക്ഷയ്ക്കായി ഗന്ധർവന്മാരിൽ ശരങ്ങൾ ചൊരിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഗന്ധർവന്മാരും കൗരവന്മാരും ഇടകലർന്നതുമൂലമായ ഘോരയുദ്ധം നടന്നു. രോമഹർഷണമായ ആ യുദ്ധത്തിൽ ഗന്ധർവന്മാർ ശരപീഡിതന്മാരായി തളർന്നു. കുഴങ്ങി വലഞ്ഞ ഗന്ധർവന്മാരെ നോക്കി കൗരവന്മാർ ഹർഷാരവം മുഴക്കി. ഗന്ധർവഭടന്മാർ ഭീതരായത് കണ്ടപ്പോൾ അമർഷണനായ ചിത്രസേനൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ശത്രുസൈന്യത്തെ കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ തുടങ്ങി. മായാമാർഗം സ്വീകരിച്ച് മായാസ്ത്രങ്ങളാൽ പോരാടി. ചിത്രസേനൻ്റെ മായായുദ്ധത്തിൽ കൗരവസേന മോഹിതരായി.
ധാർത്തരാഷ്ട്ര സൈന്യത്തിലെ ഓരോ ഭടനോടും 30 ഗന്ധർവന്മാർ വീതം എതിരിട്ടു. മഹത്തായ ഗന്ധർവബലം കണ്ട് കൗരവ ഭടന്മാർ ഭീതരായി. അവർ ജീവനിൽ കുതിയാൽ ഓടി ഒളിച്ചു. കൗരവ സൈന്യം ഇപ്രകാരം ചിന്നിച്ചിതറിയിട്ടും വൈകർത്തനായ കർണൻ പർവ്വതം പോലെ കുലുങ്ങാതെ തന്നെ നിന്നു. കർണനോടൊപ്പം യുദ്ധത്തിൽ കഠിനമായ മുറിവ് പറ്റിയ ദുര്യോധനനും ശകുനിയും ഗന്ധർവന്മാരോട് ഇടഞ്ഞു നിൽക്കുക തന്നെ ചെയ്തു. ഗന്ധർവന്മാർ ആയിരക്കണക്കിന് കർണൻ്റെ നേരെ പാഞ്ഞു. വാൾ, കുന്തം, ശൂലം, ഗദ എന്നിവയാൽ കർണനെ കൊല്ലുവാൻ ചുറ്റും കൂടി ആയുധങ്ങൾ പ്രയോഗിച്ചു. ചിലർ കർണൻ്റെ രഥത്തിലെ നുകത്തെയും, ചിലർ കൊടിയെയും, ചിലർ അച്ചുതണ്ടിനെയും, ചിലർ കുതിരകളെയും, ചിലർ സാരഥിയെയും, ചിലർ കുടയെയും, ചിലർ രഥത്തിൻ്റെ കീഴ്ത്തട്ടിനെയും, ചിലർ മേൽത്തട്ടിനെയും ശസ്ത്രപ്രയോഗം കൊണ്ട് തകർത്തു വീഴ്ത്തി. ഇപ്രകാരം അനേകായിരം ഗന്ധർവന്മാർ കൂടി കർണരഥം പൊടിയാക്കി. ഉടനെ സൂതപുത്രൻ തേരിൽ നിന്നു ചാടി. ഒടുവിൽ കർണൻ ഗത്യന്തരമില്ലാതെ വാളും പരിചയുമെടുത്ത് ജീവരക്ഷയ്ക്കായി വികർണൻ്റെ രഥത്തിൽ ചാടിക്കയറി കുതിരകളെ ഓടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കർണനെ ഗന്ധർവന്മാർ ഓടിച്ചപ്പോൾ ധാർത്തരാഷ്ട്രൻ നോക്കി നിൽക്കെ തന്നെ സൈന്യം പാഞ്ഞുപോയി. തൻ്റെ സൈന്യം പിന്തിരിഞ്ഞു ഓടിക്കളഞ്ഞപ്പോഴും തൻ്റെ ഭ്രാതാക്കന്മാർ തോറ്റോടിയിട്ടും ദുര്യോധനൻ പിന്മാറിയില്ല. തൻ്റെ നേരെ ഇരമ്പിക്കയറുന്ന ഗന്ധർവ സൈന്യത്തിൻ്റെ നേരെ ആ ധാർത്തരാഷ്ട്രൻ മഹത്തായ ശരവർഷം ചൊരിഞ്ഞ് എതിർത്തു നിന്നു. ആ ശരവർഷത്തെ ഗണിക്കാതെ ദുര്യോധന വധത്തിനായി ഒരുങ്ങിയ ഗന്ധർവന്മാർ ആ കൗരവൻ്റെ രഥത്തെ വളഞ്ഞു. അവൻ്റെ രഥത്തിൻ്റെ അച്ചുതണ്ട്, നുകം, തട്ട്, കൊടി, സാരഥി, കുതിരകൾ, മെത്ത എന്നിവയെല്ലാം ശരങ്ങൾ കൊണ്ട് ഗന്ധർവന്മാർ എള്ളിൻമണി പോലെ ശകലങ്ങളാക്കി തകർത്തുവിട്ടു. തേര് ഉടഞ്ഞതുമൂലം ദുര്യോധനൻ നിലത്തു വീണു. ദുര്യോധനനെ ജീവനോടെ പിടിച്ചു കിട്ടുവാൻ മഹാബാഹുവായ ചിത്രസേനൻ ഓടിച്ചെന്ന് പിടികൂടി. അവനെ പിടിച്ചു ബലമായി കൈകാലുകൾ കൂട്ടിക്കെട്ടി. ഉടനെ രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുശാസനനെയും അവർ പിടിച്ചുകെട്ടി. വിവിംശതി, വിന്ദൻ, അനുവിന്ദൻ മുതലായ മറ്റു ധാർത്തരാഷ്ട്രന്മാരെയും ബന്ധിച്ച് എല്ലാ രാജപത്നിമാരെയും ഗന്ധർവന്മാർ കൂട്ടം കൂട്ടമായി വന്ന് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഇങ്ങനെ ധാർത്തരാഷ്ട്രന്മാരെയൊക്കെയും ഗന്ധർവരാജാവ് ചിന്നിച്ചിതറിച്ചപ്പോൾ മുമ്പേ തോറ്റോടിപ്പോയ സൈനികന്മാർ സാമാനങ്ങളൊക്കെ വാരിയെടുത്ത് പാണ്ഡവന്മാരെ ശരണം പ്രാപിച്ചു. സൈനികന്മാർ ഇപ്രകാരം പറഞ്ഞു: മഹാബാഹുക്കളായ പാണ്ഡവന്മാരെ, മഹാബലനും പ്രിയദർശിയുമായ ദുര്യോധനനെ ഗന്ധർവന്മാർ ഇതാ പിടിച്ചുകൊണ്ടുപോകുന്നു. ദുശാസനൻ, ദുർവിഷഹൻ, ദുർമുഖൻ, ദുർജയൻ മുതലായ ധാർത്തരാഷ്ട്രന്മാരെയും എല്ലാ രാജപത്നിമാരെയും ഗന്ധർവന്മാർ ബന്ധിച്ചു കൊണ്ടുപോകുന്നു. രാജാവിനെ മടക്കിക്കിട്ടുവാനായി കൗരവ മന്ത്രിമാർ ഇപ്രകാരം ദുഃഖാർത്തരായി ധർമ്മപുത്രൻ്റെ അടുത്തു ചെന്ന് നിലവിളിച്ച് അപേക്ഷിച്ചു. ഇപ്രകാരം വിലപിച്ച് അപേക്ഷിക്കുന്നത് കേട്ട് വൃകോദരൻ ദുര്യോധനൻ്റെ അമാത്യന്മാരോടും ഭൃത്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു: ഹേ മന്ത്രിമാരെ, ഞങ്ങൾ ചെയ്യേണ്ട കൃത്യം ഇപ്പോൾ ഗന്ധർവന്മാർ നിർവഹിച്ചിരിക്കുകയാണ്. ആനകളെയും കുതിരകളെയും ചേർത്ത് മഹത്തായ പ്രയത്നം ചെയ്ത് ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മം ഏതോ അത് ഗന്ധർവന്മാർ ഇപ്പോൾ അനുഷ്ഠിച്ചു. കള്ളച്ചൂത് ഉണ്ടാക്കിത്തീർത്ത ആ രാജാവിൻ്റെ ദുർമന്ത്ര ഫലമാണ് ഇത്. ക്രോധത്താൽ ശബ്ദം മാറി ഇപ്രകാരം ദുര്യോധന മന്ത്രിമാരോട് ഭീമസേനൻ പരുഷവാക്കു പറയുന്നത് കേട്ട് യുധിഷ്ഠിരൻ തടഞ്ഞിട്ട് പറഞ്ഞു: ഭീമ, ഇത് കോപിക്കേണ്ട കാലമല്ല, നിർത്തുക. കഷ്ടത്തിൽപ്പെട്ട് ഭയപ്പെട്ട് നമ്മെ ശരണം പ്രാപിച്ചു വന്നിരിക്കുന്ന കുഴപ്പത്തിലായ കൗരവന്മാരോട് നിനക്ക് ഇപ്രകാരം പറയാമോ? ജ്ഞാതികൾ തമ്മിൽ പിണങ്ങും, കലഹിക്കും. അവർ തമ്മിൽ വൈരം എത്ര തന്നെ വർദ്ധിച്ചാലും കുലധർമ്മം ഒരിക്കലും നശിപ്പിക്കരുത്. ദായാദികളുടെ കുലം അന്യന്മാർ ആക്രമിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ അത് സജ്ജനം സമ്മതിക്കുകയില്ല. ആ ദുർബുദ്ധിയായ ദുര്യോധനൻ ഇപ്പോൾ ഇവിടെ വന്നത് വളരെ നാളായി കാട്ടിൽ പാർത്തു വരുന്ന
നമുക്ക് തീരെ വിരോധമായി അപ്രിയം ചെയ്യുവാനാണെന്ന് എനിക്കറിയാം. എന്നാൽ ദുര്യോധനനെ ഗന്ധർവന്മാർ ബലമായി പിടിച്ചു കെട്ടിക്കൊണ്ടുപോവുകയും കൗരവസ്ത്രീകളെ അന്യർ സ്പർശിക്കുകയും ചെയ്യുകയാൽ കുലനാശമല്ലേ നമുക്ക് ബാധിച്ചിരിക്കുന്നത്. കുലത്തെയും ശരണാഗതന്മാരെയും രക്ഷിക്കുക എന്ന കാര്യങ്ങൾക്കായി നരവ്യാക്രന്മാരായ നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി എഴുന്നേൽക്കുവിൻ. ഒട്ടും താമസിച്ചുകൂടാ. വീരനും അപരാജിതനുമായ നീ നരോത്തമന്മാരായ അർജുന മാത്രയന്മാരോടുകൂടി അപഹൃതനായ ദുര്യോധനനെ മോചിപ്പിക്കുക തന്നെ വേണം. ഇങ്ങനൊരു യാഗത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദുര്യോധനനെ രക്ഷിക്കുവാൻ ഞാൻ തന്നെ ഓടിച്ചെല്ലുമായിരുന്നു. എനിക്കിപ്പോൾ കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അജാതശത്രുവായ യുധിഷ്ഠിരൻ്റെ വാക്കുകേട്ട ഉടനെ ധനഞ്ജയൻ ജ്യേഷ്ഠൻ്റെ കൽപ്പന നിർവഹിക്കുന്നതാണെന്നും കൗരവന്മാരെ മോചിപ്പിച്ചുകൊള്ളാമെന്നും ഏറ്റുപറഞ്ഞു. സാമം കൊണ്ട് ധാർത്തരാഷ്ട്രന്മാരെ ഗന്ധർവന്മാർ വിട്ടില്ലെങ്കിൽ ഇന്ന് ഗന്ധർവരാജാവിൻ്റെ രക്തം ഭൂമി കുടിക്കും. സത്യവാക്കായ അർജുനൻ്റെ വാക്കുകേട്ടപ്പോൾ ചുറ്റും കൂടി വിലപിച്ചു നിന്നിരുന്ന കൗരവന്മാർക്ക് മനസ്സു തിരിച്ചു കിട്ടി. യുധിഷ്ഠിരൻ പറഞ്ഞതു കേട്ട് ഭീമൻ മുതലായവരെല്ലാം ഹൃഷ്ടവദനന്മാരായി എഴുന്നേറ്റ് അഭേദ്യവും വിചിത്രവുമായ പൊൻചട്ടയണിഞ്ഞ് പലതരം ദിവ്യായുധങ്ങൾ ധരിച്ച് ആവനാഴിയെടുത്ത് കൊടി ഉയർന്ന രഥത്തിൽ കയറി കത്തിജ്വലിക്കുന്ന അഗ്നി പോലെ നരോത്തമന്മാരായ പാണ്ഡവന്മാർ പ്രശോഭിച്ചു. ആ രഥിശ്രേഷ്ഠന്മാർ വേഗം കൂടിയ കുതിരകളെ വേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള രഥങ്ങളിൽ പൂട്ടി വേഗത്തിൽ പുറപ്പെട്ടു. പാണ്ഡുപുത്രന്മാരുടെ വരവ് കണ്ട് കൗരവ സൈന്യത്തിൽ നിന്ന് വലുതായ ഹർഷാരവം മുഴങ്ങി. വിജയം നേടുകയാൽ സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോകുവാൻ തുടങ്ങിയ മഹാവേഗന്മാരായ ഗന്ധർവന്മാർ ലോകപാലകന്മാരെ പോലെ പ്രശോഭിക്കുന്ന 4 പാണ്ഡവന്മാർ തേരിൽ കയറി വരുന്നത് കണ്ട് അവരോട് എതിർക്കുവാൻ ആ കാട്ടിൽ തന്നെ കൂട്ടം കൂടി അണിനിരന്നു നിന്നു. മൃദുലമായ യുദ്ധത്തിലാണ് ആദ്യം പാണ്ഡവന്മാർ ഏർപ്പെട്ടത്. മന്ദബുദ്ധികളായ ഗന്ധർവ സൈന്യകർ ശ്രേയോലാഭത്തിന് വഴി അറിയാത്തവരാകയാൽ ഈ മൃദുല യുദ്ധം കൊണ്ട് കീഴടങ്ങിയില്ല. എൻ്റെ ഭ്രാതാവായ സുയോധന രാജാവിനെ വിട്ടയക്കുവിൻ എന്ന് പരന്തപനും യശസ്വിയുമായ അർജുനൻ പോർക്കളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. യുദ്ധത്തിൽ ദുർദർശന്മാരായ ഗന്ധർവന്മാർ അർജുനൻ സാന്ത്വനപൂർവം പറഞ്ഞ വാക്കുകേട്ട് ഒരു ഗർവ് നിറഞ്ഞ ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ഉണ്ണികളെ, ഞങ്ങൾ ഒരാൾ പറയുന്ന വാക്കേ ഈ ലോകത്തിൽ കേൾക്കുകയുള്ളൂ. അവൻ പറയുന്നതിനെ ഞങ്ങൾ അല്ലൽ കൂടാതെ അനുസരിക്കുന്നുണ്ട്. ആ ഒരുത്തൻ്റെ ശാസനയിൽ ഞങ്ങൾ നിൽക്കുന്നു. ദേവരാജാവായ ഇന്ദ്രനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ശാസ്താവുമില്ല. ഗന്ധർവന്മാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ കുന്തിപുത്രനായ ധനഞ്ജയൻ ഗന്ധർവന്മാരോട് പറഞ്ഞു: ഈ നിന്ദ്യമായ കർമ്മം ഗന്ധർവരാജാവിന് ചേർന്നതല്ല. പരതാരകളെ സ്പർശിച്ചതും മനുഷ്യരുമായി ഇടപെട്ടതും ഗന്ധർവേന്ദ്രൻ ചെയ്ത നീചകർമ്മമാണ്. ധർമ്മരാജാവിൻ്റെ ശാസനപ്രകാരം ഈ മഹാവീരന്മാരായ ധാർത്തരാഷ്ട്രന്മാരെയും അവരുടെ ഭാര്യമാരെയും നിങ്ങൾ വിട്ടയക്കുകയാണ് നല്ലത്. സാമം കൊണ്ട് നിങ്ങൾ ഇവരെ വിടുകയില്ലെങ്കിൽ വിക്രമം കൊണ്ട് ഞാൻ തന്നെ സുയോധനനെ വിടുവിക്കുന്നതാണ് എന്നു പറഞ്ഞ് പാർത്ഥൻ ശരവുമായി നിന്നു. അവർ സാമത്തിന് ഇണങ്ങിയില്ല. ഉടൻ ഗന്ധർവന്മാരിൽ അർജുനൻ മൂർച്ചയുള്ള അമ്പുകൾ ചൊരിഞ്ഞു. അപ്പോൾ ബലഗർഭിതന്മാരായ ഗന്ധർവന്മാർ ശരവർഷം ചൊരിഞ്ഞ് പാണ്ഡവന്മാരോട് എതിർത്തു. അങ്ങനെ വീരന്മാരായ ഗന്ധർവന്മാരും ശക്തന്മാരായ പാണ്ഡവന്മാരും തമ്മിൽ ഭയങ്കരമായ ഒരു പോരാട്ടം നടന്നു. പൊന്മാലയണിഞ്ഞവരും ദിവ്യാസ്ത്ര സമ്പന്നരുമായ ഗന്ധർവന്മാർ പാണ്ഡവന്മാരെ ചുഴന്നുനിന്ന് ദീപ്തശരങ്ങൾ ചൊരിഞ്ഞു. വീരന്മാരായ 4 പാണ്ഡവന്മാരും അനേകായിരം ഗന്ധർവന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങിയെന്നത് വലിയൊരു അത്ഭുതം സൃഷ്ടിച്ചു. കർണൻ്റെയും ദുര്യോധനൻ്റെയും രഥങ്ങൾ തകർത്തതുപോലെ പാണ്ഡവന്മാരുടെയും രഥങ്ങൾ പൊടിയാക്കി വിടുവാൻ അവർ കിണഞ്ഞു നോക്കി. എന്നാൽ 100ഉം 1000വുമായി തള്ളിക്കേറി ശരങ്ങൾ ചൊരിയുന്ന ഗന്ധർവന്മാരെയെല്ലാം പാണ്ഡവന്മാർ തടഞ്ഞു നിർത്തി. 4 പാടും ശരങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ പാണ്ഡുപുത്രന്മാരെ സമീപിക്കുന്നതിനെ ഗന്ധർവന്മാർക്ക് കഴിഞ്ഞില്ല. ക്രുദ്ധന്മാരായ ഗന്ധർവന്മാരുടെ നേരെ ക്രുദ്ധനായ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ തുടരെ പ്രയോഗിച്ചുകൊണ്ട് നിന്നു. ആഗ്നേയാസ്ത്രത്താൽ ബലോത്കടനായ ധനഞ്ജയൻ അനേകായിരം പേരെ യമപുരിയിലേക്ക് അയച്ചു.
യുദ്ധത്തിൽ മഹാബലനും മഹാധനുർധരനുമായ ഭീമൻ ഊക്കോടെ എയ്തുവിട്ട ശരങ്ങൾ ഏറ്റ് അനേകശതം ഗന്ധർവന്മാർ മൃതപ്രായരായി. തീവ്രമായ ബലത്തോടെ എതിർത്തു നിൽക്കുന്ന മാത്രയന്മാരും മുന്നോട്ട് കയറിച്ചെന്ന് അനവധി ശത്രുക്കളെ സംഹരിച്ചു. ആ മഹാന്മാർ വിടുന്ന ശരങ്ങൾ ഏറ്റ് വളരെയധികം പേർ മൃതരാകുന്നത് കണ്ട് ഗന്ധർവന്മാർ ധാർത്തരാഷ്ട്രന്മാരെ എടുത്ത് മുകളിലേക്ക് പോയി. അതുകണ്ട് സവ്യസാചി മഹത്തായ ശരജാലങ്ങൾ കൊണ്ട് അവരെ ചുറ്റി വളഞ്ഞ് തടുത്തു നിർത്തി. കൂട്ടിൽ കുടുങ്ങിയ പക്ഷികളെപ്പോലെ ശരജാലങ്ങളാൽ ബദ്ധരായ ഗന്ധർവന്മാർ ക്രുദ്ധരായി ഈട്ടി, വേല്, ഗദ മുതലായ ആയുധങ്ങൾ അർജുനൻ്റെ നേരെ പ്രയോഗിച്ചു. അവയൊക്കെ തടുത്ത് അസ്ത്രജ്ഞനായ അർജുനൻ ശരങ്ങളാൽ ഗന്ധർവന്മാരുടെ ശരീരം പിളർന്നു തുടങ്ങി. തലകളും കരചരണങ്ങളും ശിലാവർഷം പോലെ ആകാശത്ത് നിന്ന് വീണുകൊണ്ടിരുന്നു. ഈ സ്ഥിതി വന്നുകൂടിയപ്പോൾ ഗന്ധർവന്മാർ ഭീതരായി. അർജുനൻ്റെ ശരങ്ങൾ തറച്ച് ഗന്ധർവന്മാർ ചാകുന്നത് ആകാശത്തു നിന്ന് നോക്കിക്കാണുന്ന അവരുടെ കൂട്ടുകാർ ഭൂമിയിൽ നിൽക്കുന്ന പാണ്ഡവന്മാരിൽ ശരങ്ങൾ വർഷിച്ചു. അവയൊക്കെ പരന്തപനായ അർജുനൻ മുറിച്ചുകളഞ്ഞ് തൻ്റെ ശരങ്ങളെ തടവില്ലാതെ ഗന്ധർവന്മാരിൽ എയ്തുവിട്ടു. സ്ഥൂണാകർണം, ഇന്ദ്രജാലം, സൗരം, ആഗ്നേയം മുതലായ അസ്ത്രങ്ങൾ പാർത്ഥൻ പ്രയോഗിച്ചപ്പോൾ വെന്തു നീറുവാൻ തുടങ്ങിയ ഗന്ധർവന്മാർ ഇന്ദ്രനാൽ ദൈത്യന്മാരെ എന്ന പോലെ ഏറ്റവും വലിയ കുഴപ്പത്തിലായി. അവർ മേൽപോട്ടുയർന്നു പോകുവാൻ തുടങ്ങുമ്പോൾ അർജുനൻ വിടുന്ന ശരജാലത്താൽ വഴി തടഞ്ഞ് ശരീരം മുറിപ്പിടുവാനല്ലാതെ ഒരടി മുന്നോട്ടു പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്രകാരം ഗന്ധർവന്മാരെ പാർത്ഥൻ ക്ലേശിപ്പിക്കുന്നത് കണ്ട് ചിത്രസേനൻ ഗദയെടുത്ത് സവ്യസാചിയോട് എതിർത്തു. ഗദാഹസ്തനായി പാഞ്ഞു വരുന്ന ഗന്ധർവരാജാവിൻ്റെ ആ ഇരുമ്പ് ഗദയെ അർജുനൻ ശരങ്ങൾ കൊണ്ട് 7 ഖണ്ഡങ്ങളാക്കി. ഗദ പൊട്ടിച്ചിതറിയപ്പോൾ ചിത്രസേനൻ മറഞ്ഞു നിന്ന് തപസ്വിയായ പാണ്ഡവനോട് പോർ തുടങ്ങി. ആ ഗന്ധർവൻ പ്രയോഗിച്ച സകല ദിവ്യാസ്ത്രങ്ങളും സവ്യസാചി ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് തന്നെ തടുത്തു. തൻ്റെ സകല അസ്ത്രങ്ങളും നിഷ്ഫലമായപ്പോൾ ബലവാനായ ഗന്ധർവരാജാവ് മായയാൽ അന്തർഹിതനായി. അങ്ങനെ മറഞ്ഞു നിന്നുകൊണ്ട് ചിത്രസേനൻ പോരാടി. അപ്പോൾ ക്രുദ്ധനായ അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ മന്ത്രിച്ചുവിട്ട് ഗന്ധർവനെ പ്രഹരിക്കുകയും ശബ്ദവേദത്തെ പ്രയോഗിച്ച് നാനാരൂപങ്ങൾ ധരിച്ച ആ ഗന്ധർവനെ മറവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരികയും ചെയ്തു. മഹാത്മാവായ അർജുനൻ്റെ അസ്ത്രങ്ങളേറ്റ് തനിക്കു ജീവനാശം വരുമെന്ന നിലയിൽ എത്തിയപ്പോൾ ചിത്രസേനൻ അർജുനൻ്റെ സമീപത്തു ചെന്ന് സഖാവിനെ പോലെ ഭാവിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹേ അർജുന, യുദ്ധം നിർത്തുക, ഞാൻ ഭവാന്റെ സഖാവാണ്. യുദ്ധത്തിൽ ബലഹീനനായി നിൽക്കുന്ന ആ ഗന്ധർവൻ തൻ്റെ കൂട്ടുകാരൻ തന്നെയാണെന്ന് കണ്ട് അർജുനൻ വില്ലിൽ തൊടുത്ത അസ്ത്രം പിൻവലിച്ചു. അതു കണ്ടപ്പോൾ മറ്റു പാണ്ഡവന്മാരും യുദ്ധം നിർത്തി. പായുന്ന അശ്വങ്ങളെയും അസ്ത്രജാലങ്ങളെയും പിൻവലിച്ചതിനു ശേഷം ചിത്രസേനനും ഭീമസേനാർജുനന്മാരും മാതൃപുത്രന്മാരും അന്യോന്യം തേരുകളിൽ നിന്ന് കുശലം പറഞ്ഞു. ഇതു കണ്ടപ്പോൾ ആ ഗന്ധർവന്മാരെല്ലാവരും അവരുടെ സൗഹാർദ്ദപൂർവമായ സംഭാഷണത്തെ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നീട് അർജുനൻ ചിരിച്ചുകൊണ്ട് ചിത്രസേനനോട് പറഞ്ഞു: ഹേ സുഹൃത്തെ, ഭവാൻ എന്തിനാണ് കൗരവന്മാരെ തോൽപ്പിച്ച് ദുര്യോധനനെ ഭാര്യമാരോടുകൂടി പിടിച്ചു കെട്ടിയത്? ഭവാൻ ഈ കർമ്മത്തിനൊരുങ്ങുവാൻ കാരണമെന്താണ്? ചിത്രസേനൻ പറഞ്ഞു: ദുരാത്മാവായ ദുര്യോധനനും പാപാത്മാവായ കർണനും എന്തു കരുതിയാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എന്നാലും ഞാൻ പറയട്ടെ, ഇവരുടെ ഉദ്ദേശം നന്നായിരുന്നില്ല. അനാഥരെ പോലെ കാട്ടിൽ ചുറ്റി നടന്നു കഷ്ടപ്പെടുന്ന വിഷമസ്ഥരായ നിങ്ങളെയും യശസ്വിനിയായ പാഞ്ചാലിയെയും ഇവിടെ വന്നു കണ്ട് സുഖപൂർണന്മാരുടെ നിലയിൽ അഹങ്കാരം പൂണ്ട് നിങ്ങളെ അപഹസിക്കണമെന്ന കരുതലോടെയാണ് ഇവർ വന്നത്. ഇവരുടെ ഈ മനോഗതം മനസ്സിലാക്കി ദേവേന്ദ്രൻ എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ഹേ ചിത്രസേന, ഭവാൻ ഉടനെ പോയി അമാത്യന്മാരോടുകൂടെ ദുര്യോധനനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരിക. ധനഞ്ജയനെയും ആ പാണ്ഡവൻ്റെ ഭ്രാതാക്കളെയും നാം സംരക്ഷിക്കേണ്ടതാണ്. അർജുനൻ ഭവാന്റെ പ്രിയ സഖാവും ശിഷ്യനുമാണല്ലോ. ഈ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ദുഷ്ടനെ ഞാൻ ദേവപുരിയിലേക്ക് ഈ നിലയിൽ കൊണ്ടുപോകട്ടെ. പാകശാസനൻ്റെ ശാസന എനിക്ക് തട്ടുവാൻ വയ്യ. അപ്പോൾ അർജുനൻ പറഞ്ഞു: ഹേ ചിത്രസേന,
ധർമ്മരാജൻ്റെ സന്ദേശത്തെ എനിക്ക് നിരസിക്കുവാൻ നിവൃത്തിയില്ല. ഭവാൻ ആ സന്ദേശമനുസരിച്ച് ഞങ്ങളുടെ ഭ്രാതാവായ സുയോധനനെ വിട്ടയക്കണം. എനിക്കു പ്രിയം ചെയ്യുവാൻ സഖാവായ ഭവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുയോധനനെ വിട്ടയച്ചാലും. അപ്പോൾ ചിത്രസേനൻ പറഞ്ഞു, പാപാത്മാവും മതോന്മത്തനുമായ ഇവൻ മോചനത്തിന് അർഹനല്ല. ധർമാത്മജനെയും ദ്രൗപദിയെയും ചതിക്കുവാൻ ഒരുങ്ങിയവനാണിവൻ. സുഖിച്ച് വളരുന്നവൻ ദുഃഖിച്ച് വലയുന്നവരെ നേരിൽ ചെന്നു കാണുന്നത് ബഹുരസമാണ് എന്ന് കരുതിയാണ് ഈ പാപാത്മാവ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ശുദ്ധാത്മാവായ യുധിഷ്ഠിരൻ അറിഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ കൊണ്ട് ധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് നാം പോവുക. അദ്ദേഹത്തോട് കാര്യമൊക്കെ പറയുക. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാം. ഇപ്രകാരം അവർ എല്ലാവരും കൂടി ധർമ്മജൻ്റെ സമീപത്തു ചെന്ന് ദുര്യോധനൻ്റെ കുചേഷ്ടിതമൊക്കെ ഉണർത്തിച്ചു. യുധിഷ്ഠിരനാകട്ടെ അക്കാര്യമൊന്നും ഗണിച്ചില്ല. അജാതശത്രുവായ ധർമ്മപുത്രൻ പറഞ്ഞു, ചിത്രസേന, അവനെ വിടൂ. ധർമ്മപുത്രൻ പറഞ്ഞ ഉടനെ ആ ശ്രേഷ്ഠനായ ഗന്ധർവൻ അവരുടെ കയറുകൾ അഴിച്ചുവിടുവിച്ചു. തൻ്റെ ഹിതം പ്രവർത്തിച്ചതിൽ യുധിഷ്ഠിരൻ ഗന്ധർവന്മാരെ പുകഴ്ത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.